ജോണേട്ടാ, റാപ്പർ വേടൻ മലയാളികൾക്കിടയിൽ ഒരു പക്ഷേ അല്ലേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയധികം പോപ്പുലാരിറ്റി കിട്ടിയ മറ്റൊരു റാപ്പർ അല്ലെങ്കിൽ മറ്റൊരു പാട്ടുകാരനുണ്ടാവില്ല. പക്ഷേ അടുത്തതായിട്ട് വേടൻ്റെ സമയം അത്ര നല്ലതല്ല. വേടൻ്റെ കയ്യിലിരിപ്പൂടെ കൊണ്ടാണ് ഈ പുലിപ്പല്ല് വിഷയത്തിനൊക്കെ ശേഷം ഇപ്പോൾ നമ്മുടെ യുവ ഡോക്ടർ കൊടുത്തിരിക്കുന്ന ബലാത്സംഗ പരാതിയിൽ, പീഡന പരാതിയിൽ വേടൻ ഒളിവിൽ പോയിട്ട് നമ്മൾ ഈ ചർച്ച എടുക്കുമ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. വേടൻ ഏത് കാട്ടിലാണെന്ന് പോലീസിന് അറിയാഞ്ഞിട്ടാണോ അതോ പോലീസ് മനഃപൂർവ്വം മുളപ്പുന്നതായിരിക്കുമോ? എന്താ ശരിക്കും ഈ വേടൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? വേടൻ ഒടുവിൽ തന്നെയാണ്. നമ്മുടെ പോലീസ് സംഘങ്ങൾക്കൊന്നും കണ്ടെത്താൻ പറ്റാത്ത ഒരിടത്തായിരിക്കുമോ വേടൻ? പോലീസ് ഇപ്പം വേടൻ്റെ പാട്ട് കേട്ടില്ലേ, വേടാ വാടാ വാടാ വേട അല്ലേ? അതെ അതെ, അത് പറയുന്ന പോലെ പോലീസ് ഇപ്പം അങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് പക്ഷേ പറയുന്നത് വളരെ ശക്തമായിട്ട് അന്വേഷിക്കുകയാണ്. കേരളത്തിന് പുറത്തു പോയാലും വേടനെ കണ്ടെത്തും, അറസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. സാക്ഷികളുടെ മൊഴി എടുത്തിട്ടുണ്ട് എന്ന് ഈ അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നുണ്ട്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുന്നത് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പം വേടനെ പൂട്ടും എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ വേടൻ അന്ന് ഈ സംഭവത്തിന് ശേഷം വേടൻ മുങ്ങിയതാണ് ഹൈക്കോടതിയിൽ. അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ, ഒരു കേസ് വരുമ്പോൾ നേരെ എന്നിട്ട് സാറേ എന്നാൽ പിന്നെ എന്നെ അറസ്റ്റ് ചെയ്യുക. അതൊക്കെ ഈ ചില സൈക്കോ ക്രിമിനലുകളാണ് അങ്ങനെ ഒരാളുടെ തല വെട്ടി എടുത്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുക, അങ്ങനെയൊക്കെ ചെല്ലുകയൊക്കെ ചെയ്യുന്നത്. ഇത് ഒരു കേസ് വരുമ്പോൾ അതിനിപ്പോൾ നമ്മൾ അങ്ങനെ ന്യായീകരിക്കുകയല്ല. കേസ് വരുമ്പോൾ നമ്മുടെ നിയമത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് മുൻകൂർ ജാമ്യത്തിന് പോകാം എന്നൊരു വ്യവസ്ഥ ഉള്ളിടത്തോളം കാലം അങ്ങനെ ഒരു കേസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ മുൻകൂർ ജാമ്യത്തിനായി പോകും. അപ്പോൾ മുൻകൂർ ജാമ്യത്തിന് പോകുമ്പം പോലീസിൻ്റെ കൺവട്ടത്ത് നിൽക്കാൻ പറ്റത്തില്ല. മുൻകൂർ ജാമ്യത്തിന് പോകുന്ന ആൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അയാൾ ഒളിവിൽ പോകും. അപ്പോൾ പോലീസ് അയാളെ അന്വേഷിക്കും. പോലീസിന് ചില ആളുകളെ കുറിച്ച് പോലീസിന് അറിയാമെങ്കിലും പോലീസ് അയാളെ തൊടില്ല. അയാൾ അവിടെ ഇരിക്കട്ടെ, മുൻകൂർ ജാമ്യ ഹർജി വരട്ടെ, തീരുമാനം വരട്ടെ, കോടതിയുടെ തീരുമാനം വരട്ടെ, എന്നിട്ട് നോക്കാം എന്ന് പറയും. പക്ഷേ ഇവിടെ പോലീസ് പറയുന്നത് ഞങ്ങൾ അതുവരെ ഹൈക്കോടതിയിലാണ് പിന്നെ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്, അതുവരെ എന്തായാലും പോകില്ല, എവിടെ പോയാലും പൊക്കും എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഈ ബോൾഗട്ടി പാലസിലടക്കം ഒരു സംഗീത ദിശ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന്. അതായത് ഇപ്പോൾ ഇതെടുക്കുന്ന ഈ ദിവസം ചർച്ച ചെയ്യുന്ന ദിവസം അപ്പം അത് അവിടെ വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ വേടന എന്തായാലും ബുദ്ധിയുണ്ടല്ലോ, സംഗീത പരിപാടി മാറ്റിവെച്ചു, മറ്റു പല പരിപാടികളും ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ഓളം ലൈവ് അങ്ങനെയാണ് അതിൻ്റെ പരിപാടിയുടെ പേര്. അതെല്ലാം അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം കോടതിയിൽ എന്താണ് പോലീസ് പറയുന്നത്, ഇയാൾ ഒളിവിൽ പോയിരിക്കുകയാണ്. ഒളിവിൽ പോയ ഒരാൾ പ്രത്യക്ഷപ്പെട്ടിട്ട് അവിടെ പരസ്യമായി പാടുമ്പോൾ പോലീസിന് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അത് വേടനും അറിയാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് കൃത്യമായി നിയമോപദേശം തേടുമല്ലോ. അപ്പോൾ വക്കീൽ പറഞ്ഞു കൊടുക്കും എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് പറയാൻ അഭിഭാഷകരുണ്ടാവും. പിന്നെ ഈ പരാതികൾ വരുമ്പോൾ അതിനകത്ത് സത്യാവസ്ഥ എന്താണ്, ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായി പോലീസ് അന്വേഷിക്കും. പോലീസ് പറഞ്ഞിട്ടുള്ളത് 5 ഇടങ്ങളിൽ 5 തവണ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. കൊച്ചിയിൽ, ഏലൂർ, കോഴിക്കോട്, ഇങ്ങനെ 3 സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 30,000 രൂപയാണ് ആ യുവതി കൊടുത്തിട്ടുള്ളത്. പിന്നെ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. വേടൻ അന്ന് ഇത്ര പോപ്പുലാരിറ്റി ഉള്ള ഒരു കാലഘട്ടമല്ല, സമയമല്ല. വേടൻ ഇങ്ങനെ തുടങ്ങി അങ്ങനെയൊക്കെ വരുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഈ പലപ്പോഴും പറ്റുന്നത് ഇങ്ങനെ ആരാധന മൂത്തിട്ട് മെസ്സേജ് ഇടുക, കണ്ടുമുട്ടുക. അപ്പോൾ ആരാധകർ ചെല്ലുമ്പോൾ ഉള്ള ഒരു കുഴപ്പം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾ ആരാധനയോട് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് വേടൻ ഈ കുട്ടിയുമായിട്ട് അടുക്കുന്നതെന്ന് ആണ് ആ കുട്ടി പറയുന്നത്. പിന്നീട് ഇന്റർവ്യൂ ഒക്കെ നമ്മൾ കണ്ടത് രാസലഹരി ഉൾപ്പെടെ ഉപയോഗിച്ചിട്ട് വേടൻ പീഡിപ്പിച്ചു എന്നാണ് ഒരു അഭിമുഖത്തിൽ ഈ കുട്ടി പറയുന്നത്. എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ അത് നമ്മളൊരു പക്ഷം പിടിച്ച് പറയുന്നതല്ല. അങ്ങനെ ഒരാൾ ആണ് ഇയാളെങ്കിൽ അയാൾ അതാരായാലും ഇയാളെന്നല്ല, നമുക്കൊരു ഫ്രോഡായിട്ടുള്ള ഒരാളാണ് നമ്മളെ ആയിട്ട് ബന്ധം വെക്കുന്നതെങ്കിൽ അയാളെ അപ്പം തന്നെ ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അയാൾക്ക് പിന്നീടും നമ്മൾ പിന്നെ രണ്ടാമതൊരു അവസരം കൊടുക്കുക, അല്ലെ സ്നേഹബന്ധത്തിന് ഇട നൽകുന്ന ഒരു കാര്യത്തിലേക്ക് പോകാൻ പാടില്ല. അയാൾ തീർച്ചയായിട്ടും ഇതെല്ലാം പരിഗണിക്കുമല്ലോ അല്ലേ? മ്യൂച്വൽ കൺസേണോട് കൂടി നടന്നൊരു കാര്യം ഏത് ഘട്ടത്തിലാണത് ആ ഒരു ബ്രേക്കപ്പിലേക്ക് പോയത്, അല്ലെങ്കിൽ ഏത് ഘട്ടത്തിലാണത് പീഡനമെന്ന് പറയാൻ കഴിയുക എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കോടതിയും പരിശോധിക്കുമല്ലോ. നമ്മൾ നേരത്തെയും പറഞ്ഞാണ്, ഇപ്പോൾ ഈ നമ്മൾ ആരെയും പക്ഷം പിടിക്കുന്നില്ല. പക്ഷേ
ഇതിനകത്ത് വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അയാൾ ശിക്ഷിക്കപ്പെടണം. അയാൾക്ക് പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല. വേടന് അദ്ദേഹം ഇത്രയും അറിയപ്പെടുന്ന ഒരു ഗായകനായതുകൊണ്ട് അദ്ദേഹത്തിന് പ്രിവിലേജ് വേണം. വിനായകൻ ആവശ്യപ്പെടുന്ന പോലെ അത്തരം പ്രിവിലേജ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ കോടതി തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധി കഴിഞ്ഞ ആഴ്ചയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വിധി വന്നിട്ടുള്ളത് ഇപ്പോൾ വിവാഹ വാഗ്ദാനം, അത് വിവാഹിതയായ സ്ത്രീ എന്നുള്ളതല്ല, വിവാഹിതയാകാത്ത സ്ത്രീയും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതെല്ലാത്തിനും കേസെടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരാൾ ഒരു വാഗ്ദാനം നൽകുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അയാൾക്ക് പീഡിപ്പിക്കപ്പെടേണ്ട ഒരാളായി മാറേണ്ട ആവശ്യമില്ല. അത് തന്നെ സ്വമേധയാണല്ലോ. ഒരു വാഗ്ദാനം നിങ്ങൾക്ക് തരുന്നു എന്നുള്ളത് കൊണ്ട് സ്വമേധയാണ്. അപ്പോൾ ഉഭയകക്ഷി സമ്മതപ്രകാരം പലപ്പോഴും നടക്കുന്നതിന് പീഡനം എന്നുള്ള രീതിയിലേക്ക് മാറ്റുന്നു എന്നുള്ളത് കൊണ്ടാണ് കോടതി അതിനകത്ത് കൃത്യമായി ഇടപെട്ടിട്ടുള്ളത്. അപ്പോൾ ആ പീഡനം നടന്നിട്ടുണ്ട് എന്നുള്ളത് പോലീസ് പിന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണോ അല്ലയോ എന്നുള്ളത് കോടതിയുടെ മുന്നിൽ വരുമ്പോഴാണ് ഇനി നമുക്കറിയാൻ പറ്റുന്നത്. വേടന്റെ ജാമ്യ ഹർജി, മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സമയത്ത് വേടന്റെ കയ്യിലും തെളിവുകളുണ്ടാകുമല്ലോ. അപ്പോൾ അത് കോടതിയിൽ വരട്ടെ. കോടതിയിൽ വരുമ്പോൾ ആണ് നമുക്കറിയാൻ പറ്റുന്നത് എന്താണ് ഇതിനകത്ത് യാഥാർത്ഥ്യം. പിന്നെ വേടനെതിരെ ഇതുപോലെ സമാനമായ ആക്ഷേപങ്ങൾ, പരാതികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. മറ്റു യുവതികളും പല ചാനലുകളിലും പറയുന്നുണ്ട്. ഇതെല്ലാം ഈ ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഇത്തരം ഇപ്പോൾ ഒരു പുരുഷന് ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയുമായോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഇഷ്ടപ്പെട്ട പുരുഷനുമായോ ഇത്തരം ബന്ധങ്ങൾ ഉണ്ടാകുന്നത് തെറ്റൊന്നുമല്ല. നമ്മുടെ രാജ്യത്ത് അത് മാനുഷികമായും അത് തെറ്റല്ല. ഒരാളോട് ഇഷ്ടം തോന്നുന്നു, അവർ മറ്റു തരത്തിലേക്കുള്ള ബന്ധം വെക്കുന്നു എന്നൊക്കെ പറയുന്നത് അതൊന്നും തെറ്റല്ല. ഈ ഉഭയകക്ഷി സമ്മതപ്രകാരം അത്തരം കാര്യങ്ങൾ ചെയ്യും. ഉഭയകക്ഷി സമ്മതപ്രകാരമല്ലാതെ മറ്റു തരത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ അത് നിയമപരമായി തെറ്റായി മാറുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉള്ള കുഴപ്പം, ഈ ആളുകൾ പിന്നെ പരാതിയുമായി വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സമാനമായി ഇപ്പോൾ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ സ്നേഹബന്ധത്തിൽ ഇരുന്നപ്പോഴാകാം. ഒരാൾ റേപ്പെന്ന് പറയുന്നത് ഉപദ്രവിച്ച ഒരാളെ ശാരീരികമായി അയാളുടെ സമ്മതമില്ലാതെ ശാരീരികമായി ഉപയോഗിക്കുമ്പോഴാണല്ലോ അത് വലിയ കുറ്റം, ക്രൈമായി മാറുന്നത്. അപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരമാണെങ്കിൽ അത് പിന്നീട് ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ തുറന്നു പറയുന്നതിന് ശാരീരിക ബന്ധത്തിൽ മാത്രമല്ല, ഈ പണം കൊടുത്ത നമ്മൾ ജോണേട്ടൻ പറഞ്ഞ കാര്യത്തിൽ ഉൾപ്പെടെ അത് ചിലപ്പോൾ ആപ്ലിക്കബിൾ ആവാനും സാധ്യതയുണ്ടല്ലോ. പ്രണയബന്ധത്തിൽ ഇരിക്കുന്ന സമയത്ത് ആ വ്യക്തി വിശ്വസിച്ച് പണം കൊടുക്കുകയാണ്, അത് കടം ആയിട്ട് തന്നെ ആയിരിക്കണമെന്നില്ല. ഇല്ല അങ്ങനെ പല ആവശ്യപ്പെടാതെ തന്നെ കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പം വിളിക്കുമ്പോൾ ചോദിക്കും എന്താ വിഷമിച്ചിരിക്കുന്നത്, സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ചോദിച്ച് സഹായിക്കുന്ന ഇങ്ങനൊരു കാര്യമുണ്ട്, ഞാൻ ആകെ പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു രൂപ എടുക്കാനല്ല, ആഹാരം കഴിക്കാൻ പോലും നിവൃത്തിയില്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പുറത്തേക്ക് നാളെ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആളാണ്. ശരി, ഇപ്പോഴാണെങ്കിൽ ഗൂഗിൾ പേ ഉണ്ട്, അപ്പോൾ എന്നാൽ പിന്നെ ഇട്ട് തന്നേക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ക്യാഷ് ഇട്ട് തരാം, അങ്ങനെ സ്വർണം കൊടുത്ത് സഹായിക്കുകയൊക്കെ ചെയ്യും. പിന്നീട് ഇവരുടെ ഈ ബന്ധം തകരാറിലാകുമ്പോഴാണ്, ഒരാൾക്ക് ഒരാളെ ഇഷ്ടമല്ലാതെ ആകുന്ന സമയത്താണ് പിന്നെ ചിലരിത് സഹായിക്കുക എന്ന് പറയുന്നത് ഇയാളെ എക്കാലത്തും, അതിപ്പം സ്ത്രീ ആയാലും പുരുഷനായാലും, എക്കാലത്തും എൻ്റെ കസ്റ്റഡിയിൽ നിർത്താൻ, എൻ്റെ പരിധിക്ക് നിർത്താൻ ഇത് ഒരു മാർഗമാണ്. കാരണം ഇത്രയും ക്യാഷ് ഞാൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ സ്വർണം കൊടുക്കുന്നു, അല്ലെങ്കിൽ സഹായിക്കുന്നു, ഏത് ഘട്ടത്തിലും സഹായിക്കുന്നു. അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ടാണ് എന്ന് ഇയാളെ വിട്ടുപോകാൻ പാടില്ല. വിട്ടുപോകാതിരിക്കണമെങ്കിൽ ഇങ്ങനെ സ്നേഹം മാത്രം പോരാ, പണവും കൊടുത്ത് കടപ്പാടുണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. വേടൻ കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു സംഭവം അല്ല വേടൻ. അന്ന് എന്ന് വിചാരിച്ചതിനൊന്നും നമ്മൾ വേടൻ ചെയ്തതിനെ ഗ്ലോറിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ, പക്ഷെ ഉഭയകക്ഷി സമ്മതപ്രകാരമാണെങ്കിൽ ഇത്തരം കേസുകൾ വരുമ്പോൾ, ഇപ്പോൾ വേടനായാലും മറ്റേതൊരാളായാലും അതിനെ ആ രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. ഉഭയകക്ഷി സമ്മതപ്രകാരമാണെങ്കിൽ അതെന്തായാലും കോടതി വരട്ടെ. ഇത്തരം ക്രൂരമായ പീഡനങ്ങൾ ഒരു യുവതി ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെ ഉണ്ടെങ്കിൽ ആ വേടന് അർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടണം. അങ്ങനെയല്ല, ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുള്ളതെങ്കിൽ ഒരാളെ നമ്മൾ അങ്ങനെ അങ്ങ് കുറ്റവാളിയാക്കി ചിത്രീകരിക്കാനും പാടില്ല. വേടനോട് എതിർപ്പുള്ള ആളുകളുണ്ടാവും. പക്ഷെ അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് അയാളെ ഒറ്റയടിക്ക് ഇയാളൊരു ക്രൂരനായ മനുഷ്യനാണ് എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ പറയുന്ന രീതിയിൽ സുഹൃത്തുക്കൾക്കൊപ്പമൊക്കെ വന്നിട്ട് ഏറ്റവും അവസാനം മറ്റു സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ അല്ലെങ്കിൽ പ്രണയത്തിലൊക്കെ ഏർപ്പെടാൻ ഇവർ സമ്മതിക്കുന്നില്ല. ഈ യുവ ഡോക്ടർ ടോക്സിക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരുമായിട്ട് ഷൗട്ട് ചെയ്തിറങ്ങി പോയെന്നൊക്കെയാണ് ഇവരുടെ വാദം. ടോക്സിക് പ്രണയങ്ങളുണ്ടല്ലോ കൂടുതലും അങ്ങനെയാണ്. ഇപ്പൊ പ്രണയിച്ചു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം അതാണ്. എന്താ പറയുക, നമ്മൾ GPS ഘടിപ്പിച്ച പോലല്ലേ അത്. അങ്ങനെയൊക്കെ തയ്യാറാണെങ്കിൽ മാത്രമേ പ്രണയത്തിനൊക്കെ, അല്ലെങ്കിൽ ഒരേ സമയം
5 or 10 പേരെ ഡീൽ ചെയ്ത് പ്രണയിക്കാൻ അറിയണം. അതറിയാൻ വയ്യെങ്കിൽ പരിപാടി ഇപ്പോൾ വേടനൊക്കെ എനിക്ക് തോന്നുന്ന ഒരേ സമയം അതൊക്കെ ഡീൽ ചെയ്തു പോകാനൊക്കെയുള്ള തന്ത്രങ്ങളൊക്കെ അറിയാവുന്ന ആളാണ്. കരിയറിന്റെ ഏറ്റവും വലിയൊരു പോർഷൻ വേടനൊക്കെ ഇത്തരം ശ്രദ്ധിക്കണം. കരിയറിന്റെ ഒരു വലിയ ലെവലിൽ നിൽക്കുമ്പോൾ അയാൾ അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. വേടനെപ്പോലുള്ള ആളുകൾ അത്തരം കാര്യങ്ങൾ ഇനിയെങ്കിലും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ചെന്ന് പെടാതെ. അധികം വൈകാതെ തന്നെ കോടതി ജാമ്യ ഹർജിയിൽ ഒരു തീരുമാനം എടുക്കും. അതെന്താകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അത് തീരുമാനം വരട്ടെ, അതിനുശേഷം നമുക്ക് മറ്റു കാര്യങ്ങൾ ഇനി വേടനെ കണ്ടെത്തട്ടെ, ആദ്യം കണ്ടെത്തി ശേഷം ട്വിസ്റ്റുകൾ എങ്ങനെയാണെന്നുള്ളത് പിന്നീട് നമുക്കറിയാൻ പറ്റും. ശരി.